സ്ട്രോക്ക് എങ്ങനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരാൾ സ്ട്രോക്ക് വന്നാൽ എപ്പോഴാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നതിന് ഒരു 4 കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, 3 കാര്യങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നുള്ള ഒരു സാധനമാണ് നമ്മളതിന് പറയുന്നത്. അത് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ ചിരി, സ്ട്രോക്ക് വന്നാലുള്ള നമ്മൾ ഈ ആംഗിൾ ഓഫ് മൗത്ത്, ചിരി എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകും. അത് രണ്ടാമത്തെ ചിലപ്പോൾ നമ്മൾ അവരോട് ഈ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വന്ന ഭാഗത്ത് കൈ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുപോകും. പിന്നെ മൂന്നാമത് അവരോട് സംസാരിക്കാൻ പറയുമ്പോൾ ഇപ്പോൾ പെരിന്തൽമണ്ണ എന്ന് പറയാൻ പറഞ്ഞാൽ പെരിന്തൽമണ്ണ ഇങ്ങനെ പറയും. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗത്തേക്ക് കൂടിപ്പോകുന്നു, അല്ലെങ്കിൽ കൈ ഒരു ഭാഗത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്ലറിങ് ഓഫ് സ്പീച്ച്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സ്ട്രോക്കാണ്. മണിക്കൂറുകൾക്ക് ഏറ്റവും നേരത്തെ റഷ് ടു എ ഹോസ്പിറ്റൽ, ഈ ഇതിന് ശരിയായ ചികിത്സ കൊടുക്കാൻ കഴിയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ ശരിയായിട്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾക്ക് ഉള്ളിൽ രക്തം കട്ടപിടിച്ച് ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുകയോ പൂർണ്ണമായും നിലപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഈ ക്ലോട്ട്, ഈ രക്തക്കുഴലിൽ വന്ന് അടഞ്ഞിരിക്കുന്ന ക്ലോട്ടിനെ നമ്മൾ മരുന്നുകൾ കൊടുത്തുകൊണ്ട് അലിയിപ്പിച്ച് കളയാനോ ആ ക്ലോട്ട് റിമൂവ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനമുണ്ട്. ഇവിടെ ഇത് നമ്മൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ, സ്ട്രോക്ക് ഉണ്ടായിട്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സ്ട്രോക്ക് 2 രീതിയിലുണ്ടാകാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്ലോട്ട് വന്നിട്ട് രക്തത്തിൽ ക്ലോട്ട് വന്നിട്ട് ഈ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നത്. രണ്ടാമത്തത് ഈ രക്തക്കുഴൽ പൊട്ടിയിട്ട് തലച്ചോറിൻ്റെ ഉള്ളിൽ രക്തം ചിന്തുന്നത്. ഈ ആദ്യം പറഞ്ഞ രോഗത്തിന് ആണ് ക്ലോട്ട് 90% ആ രീതിയിലുള്ള സ്ട്രോക്കാണ്. അവിടെയാണ് നമ്മൾ അതിനെ അലിയിച്ച് കളയുന്ന ചികിത്സ. അതേസമയം ഈ രക്തക്കുഴൽ പൊട്ടി തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ നമുക്ക് അലിയിച്ച് കളയാൻ പാടില്ല. അവിടെ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ മരണത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തീരുമാനിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് അടഞ്ഞു പോയതാണോ അതല്ല പൊട്ടിപ്പോയതോ ആണ്. ഇത് തിരിച്ചറിയാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ തലച്ചോറിൻ്റെ ഒരു CT സ്കാൻ എന്നുള്ള ഒരു പരിശോധനയിലൂടെ നമുക്ക് കഴിയും. അത് കഴിഞ്ഞാൽ ഇത് രോഗനിർണയം ചെയ്തു കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന ക്ലോട്ടാണെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന് ന്യൂറോളജി വിഭാഗത്തിൻ്റെ സഹായത്തോടുള്ള ചികിത്സയും, അതെല്ലാം രക്തക്കുഴൽ പൊട്ടിയതാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പറേഷൻ സംവിധാനത്തിലൂടെ ക്ലോട്ട് ബ്ലീഡിങ് എടുത്തു കളയുന്ന സംവിധാനവുമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ പ്രധാനം എഗെയിൻ നമ്മൾ ഓരോ ആളുകളും ക്ലോട്ട് ഈ പറഞ്ഞ സ്ട്രോക്ക് തിരിച്ചറിയുകയും ആദ്യത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സുവർണ നിമിഷങ്ങളിൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചികിത്സ തേടുകയുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തരം ചികിത്സ തേടാതെ ഒന്ന് കാത്തിരിക്കാം, ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയോ അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദ്യനെ കാണിച്ച് സമയം ഡിലേ ആക്കുന്നതിൽ യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല. അതേസമയം മറ്റു രീതിയിലുള്ള ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതിൻ്റെ റിക്കവറി ഫേസിലാണ്. എമർജൻസി മെഡിസിൻ അക്യൂട്ട് ഫേസ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഈ പറഞ്ഞ ക്ലോട്ട് അലിയിച്ച് കളയുക, അതല്ലെങ്കിൽ ബ്ലീഡിംഗ് ആണെങ്കിൽ ആ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്ത് തലച്ചോറിൻ്റെ ഉള്ളിലെ മർദ്ദം കുറച്ചിട്ടുള്ള സർജിക്കൽ ചികിത്സ, ഇത് രണ്ടും മാത്രമേ പോകാൻ വഴിയുള്ളൂ. സ്ട്രോക്ക് നമ്മൾ ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇയാൾ ഒരു ജീവിതകാലം മുഴുവൻ ബെഡ് റിഡൺ ആയിട്ട് നമുക്കൊന്നിനും പറ്റാത്ത, നമ്മൾ മുടക്കാച്ചിരക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ കടക്കേണ്ടി വരും. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ കറക്റ്റ് ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം മരണത്തിൻ്റെ വഴിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്.